അപ്പൊ ഇപ്പൊ നമ്മുടെ രണ്ട് മാജിക്കാർ നമ്മളോട് ചേർന്നുണ്ട് ആഷ്മി. ഏറ്റവും വലിയ പരിപാടി ആഷ്മി അപ്രത്യക്ഷമാക്കുന്നു. അല്ലെങ്കിൽ തന്നെ ആഷ്മി വലിയ നിൽക്കുക. അപ്പൊ നിങ്ങളുടെ പേര്? സുനിൽ ബാബു. സുനിൽ കലാക്ഷേത്ര ജയൻ കുപ്പാടി. അപ്പൊ എങ്ങനെയാ പരിപാടി അത്? വലിക്കോ? ഇല്ല, വലിക്കത്തില്ല. സോറി, വലിക്കട്ടെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതുകൂടെ പറയൂ. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതെന്തോ നോ ടു ഡ്രഗ്സ് അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ അങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ട് നിങ്ങളുടെ കലാപരിപാടി. എന്താ വേണം? നോക്കാം. ഇത് ഒരു ആരോഗ്യവാൻ ശരീരത്തിലേക്ക് അയാൾ ലഹരി കയറിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അയാൾ ലഹരി കഴിച്ചിട്ടുണ്ടോ ഇല്ല. ബ്ലാങ്കറ്റോകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതാണ് ഒരു ലഹരി എന്ന് പറയുന്നത്. ഈ ലഹരിയെ സംബന്ധിച്ചോളം അയാൾക്ക് ലഹരി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. എന്നാൽ ഇത് പിടിച്ച് ഇയാളുടെ സുഹൃത്തിനും മിക്കവാറും ലഹരി കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സുഹൃത്തിന്റെ കയ്യിലും ലഹരി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലഹരി കഴിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഈ ലഹരിയും തുണിക്കഷ്ണമായിട്ട് വല്ല ബന്ധമുണ്ടോ? യെസ്. അത് പോയി. അല്ല, ആൾക്കാർ സാറിന് ചോദ്യമുണ്ട്. കയ്യിലെങ്ങാണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ഇനി നമുക്ക് നോക്കാം. ഇതിനകത്തെന്താ സാറേ? നോക്കിയാ സാറേ, ഇതിലേക്ക് വാനിഷ് ചെയ്യാൻ പോവാണേ. യെസ്. ഇപ്പൊ എന്താണല്ലോ നോക്കിയ സാറേ? ആഷ്മി അബ്ര കടബ്ര. നോട്ട് ടു ഡ്രഗ്സ്. എനിക്കൊന്ന് ആഷ്മി നമുക്ക് പോയി. ഇനി നമ്മളും ഇല്ലാതാവും. പുള്ളി ഏതെങ്കിലും ഒരു കപ്പ് കൊടുത്തിട്ട് വിട്ടേക്കാം. ഓക്കെ, താങ്ക് യു. സ്ഥലം വിട്ടു ചേട്ടാ. ഒരു കപ്പ് വേണമല്ലോ. രണ്ട് ചേട്ടന്മാർക്ക് ഒരു കപ്പായിട്ട് കൊടുക്കാൻ പറ്റില്ല, മുറിച്ചു കൊടുക്കാൻ പറ്റില്ല. മല്ലാലേ, ഒരു കപ്പോടെ വേണമല്ലോ. ചേട്ടാ ഇത് വാങ്ങിക്കും. മറ്റൊന്ന് ചൊല്ലി അബ്ര കടബ്ര. ഏതാ? അപ്രത്യക്ഷമാണ്. എന്തൊക്കെയാ വിശേഷങ്ങളെ? എവിടെയാ താമസിക്കുന്നത്? കണ്ണൂരാണോ? ഇവിടെ ബത്തേരിയില്? മോളെ, ഇപ്പൊ വിഷുവൊക്കെ ആഘോഷോ? കണി കണ്ടോ? കൈനീട്ടം കിട്ടിയോ? ഭാഗ്യമായി, സാധനം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ കൈനീട്ടം പിന്നെ എടുക്കാം. ഓക്കെ.